സെൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സെൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ ഒരവസരവും കൂടി കിട്ടിയിരിക്കുകയാണ്. കുർമ്മമൂർത്തിയായിട്ട് ശിലകത്ത് വിളങ്ങുന്ന കുഞ്ഞുണ്ണി കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്. ഒരു യാത്രയിലായിരുന്നു, അമ്പലപ്പുഴയ്ക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ദിവസം വിചാരിച്ചതിലധികം ദിവസങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നേരം വൈകിയത്. കാരണം ഒരുവിധം ദിവസത്തിലേക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ തീർന്നു പോയി. പിന്നെ തിരിച്ചു വന്നപ്പോഴും എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന കാരണമാണ് നേരം വൈകിയത്. ഒരുപാട് പേര് അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നന്ദി എന്നൊന്നും പറഞ്ഞാൽ പോരാ. എന്താ കുട്ടിയെ കാണാത്തതെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഹൃദയസ്പർശിയാണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരുപാട് പേരുടെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് അറിയുമ്പോൾ എന്താ പറയുക, അതും ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അത്ര വലിയ അനുഗ്രഹമാണ്. പിന്നെ മീരമോളുടെ പിറന്നാളായിരുന്നു ഇന്നലെ, അതായത് ഇന്ന് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മീരമോളുടെ പിറന്നാളിൻ്റെ എന്നാണ്. പിറന്നാളിന് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. കുറേ പേര് ചോദ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. എത്ര ദിവസമായി ആ ചോദ്യം ചോദിച്ചിട്ടെന്നൊക്കെ കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ദിവ്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിതശേഷി, ഞാൻ ആകെ വിഷമത്തിലാണ്. ഞാനും മകളും ഇന്നും വഴക്കാണ്. വഴക്ക് കൂടുമ്പോൾ ഞാൻ അറിയാതെ അവളെ ശപിച്ചു പോകുന്നു. എൻ്റെ സമനില ചിലപ്പോൾ തെറ്റിപ്പോകുന്നു മകളുടെ കളി കാണുമ്പോൾ. ഞാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പന് ചെയ്യേണ്ടത് ഈ വഴക്കില്ലാതാക്കാൻ? അത്രയും വിഷമം എനിക്കുണ്ട്. മറുപടി തരണേ ചേച്ചി. ഒട്ടും വിഷമിക്കേണ്ട കുട്ടി, അമ്മമാരല്ലേ, ഇതൊക്കെ അമ്മമാരുടെ ഒരു പ്രിവിലേജ് ആണ് കേട്ടോ. വഴക്കുണ്ടാക്കുക എന്നുള്ളതും ശപിക്കുക എന്നുള്ളതും ഒക്കെ. അതാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത്, തള്ള ചവിട്ടിയാൽ പിള്ളക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊരു പഴഞ്ചൊല്ലായിട്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ജീവിച്ച് നമ്മൾ അമ്മയാവുമ്പോഴാണ് നമുക്ക് പലതിൻ്റെ അർത്ഥം മനസ്സിലാവുക അല്ലേ. നമ്മൾ എത്ര ശപിച്ചാലും മനസ്സറിഞ്ഞ് ശപിക്കില്ല എന്നുള്ളത് ആ ഭഗവാനും അറിയാവുന്നതാണ്. ഇന്ന് മീരമ്മളുടെ പിറന്നാളാണ് കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ വരെ മീരയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും ഞാൻ മീരമ്മളുടെ പിറന്നാൾ ആഘോഷിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് അതിൻ്റെ ആ ഒരു ഡെപ്ത് ഞാൻ മനസ്സിലാക്കണേ. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന നിമിഷം നമ്മൾ ഗുരുവായൂരപ്പനോട് മാപ്പ് പറയുമ്പോഴേ, ഇതൊക്കെ എല്ലാ അമ്മമാരും ചെയ്യണതാണ് കുട്ടി. അതിലങ്ങനെ വിഷമം വിചാരിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ട് അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? നമ്മുടെ കുഞ്ഞ് നല്ല കുട്ടിയായിരിക്കണം എന്നുള്ളതാണല്ലോ. അവൾ ഏറ്റവും നല്ലവളായിരിക്കണം, അവൾ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരേ ഉണ്ടാവുള്ളൂ. അച്ഛൻ അമ്മ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് തിരിഞ്ഞു നിന്ന് കുറ്റം പറയാവുന്നതാണ് അല്ലേ. പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ പറ്റില്ലല്ലോ. എത്ര മോശമാണെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടി തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയെ ഏറ്റവും നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അതുകൊണ്ട് ഒട്ടും വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചോളൂ. നമ്മളുടെ ദേഷ്യം കൊണ്ടാണ് പല വാക്കുകളും നമുക്ക് വരുന്നത്. അപ്പോൾ ആ ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എനിക്കും കുട്ടിക്കും ഒക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. നാരായണനാമം ജപിച്ചോളൂ, ദേഷ്യം കുറയും. ഒപ്പം 45-ാമത്തെ ദശകം ഗുരുവായൂരപ്പൻ്റെ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ബാലലീലകൾ, കുസൃതികൾ, വികൃതികൾ, അതാണ് കേട്ടോ അതിൽ വർണ്ണിക്കുന്നത്. ആ ദശകം എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിക്കൂ. ഉണ്ണികൃഷ്ണ അങ്ങ് ഇത്രയും വികൃതിയായിരുന്നു. ആ യശോദമ്മയ്ക്ക് ഒരുപാട് നമസ്കാരം പറയുകയാണ്. കാരണം എങ്ങനെയാ ഉണ്ണികൃഷ്ണൻ്റെ ഈ വികൃതിയൊക്കെ കണ്ടിട്ട് ദേഷ്യപ്പെടാതിരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ. ഉണ്ണികൃഷ്ണനെ പോലൊരു വികൃതിക്കുട്ടൻ നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ ഉണ്ടെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ആചാര്യൻ എടുത്ത് പറയാറുണ്ട് കേട്ടോ. കാരണം ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും വലിയൊരു ലീലയായിരുന്നു അത്രേ അമ്മയുടെ പട്ടുസാരിയൊക്കെ വെട്ടി പട്ടുകോണകം ഉണ്ടാക്കല്. പുതിയ സാരികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മുറിച്ചിട്ട് നല്ല ഭംഗിയുള്ള പട്ടുകോണകാക്കി വെക്കും. ഇന്നത്തെ അമ്മമാരെങ്ങാനും ആണ് ഇത് കണ്ടെങ്കിൽ നിറയെ പട്ടുസാരിയൊന്നും വേണ്ട, ഒരു പട്ടുസാരിയുടെ ഒരു കഷ്ണം എന്തെങ്കിലും ഒന്നും ആയിപ്പോയാൽ മതി കുട്ടികളുടെ കയ്യിൽ നിന്ന്. അവരുടെ കഷ്ടകാലമാണ് എന്ന് പറയാറുണ്ട് അല്ലേ. നമുക്ക് അത്രയൊന്നും ക്ഷമ കിട്ടില്ല അല്ലേ. സാക്ഷാൽ പരബ്രഹ്മമൂർത്തി ആയതുകൊണ്ടായിരിക്കാം യശോദമ്മയ്ക്ക് ആ ക്ഷമയൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് 45-ാമത്തെ ദശകം
എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിക്കോളൂ കേട്ടോ. നാരായണീയത്തിലെ ഞാൻ എന്ത് പറഞ്ഞാലും നാരായണീയാണ് അല്ലേ ഉദാഹരിക്കുക. എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ സത്സംഗം ബേസ്ഡ് അപ്പോൺ നാരായണീയമാണ്. എപ്പോഴും നാരായണീയത്തിനെ ബേസ് ചെയ്തുകൊണ്ടല്ലാതെ എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല അല്ലേ. പക്ഷേ നാരായണീയം നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നാരായണീയത്തിലെ 45-ാമത്തെ ദശകം എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. കുട്ടിയുടെ വികൃതി മാറട്ടെ, അമ്മയുടെ ദേഷ്യവും മാറട്ടെ, നമുക്ക് രണ്ടുപേർക്കും ചെയ്യാം. അടുത്തതായിട്ട് നീതു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഇഷ്ടവിവാഹം നടക്കാനായിട്ട് നാരായണീയത്തിലെ ഏത് ദശകമാണ് വായിക്കേണ്ടത്? കണ്ടില്ലേ, നാരായണീയം ബേസ് ചെയ്ത് പറയുന്നത് വെറുതെ അല്ല, എല്ലാവരും ചോദ്യങ്ങൾ അങ്ങനെ തന്നെയാണ് ചോദിക്കണത് അല്ലേ. 78, 79 ദശകങ്ങൾ രുക്മിണി സ്വയംവരമാണ് കേട്ടോ. രുക്മിണിക്ക് ഇഷ്ടവിവാഹം നടന്ന കഥയല്ലേ അത്. അപ്പോൾ ആ കഥ തന്നെ അനുസ്മരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. പല ആളുകളും അങ്ങനെ ചൊല്ലി നമസ്കരിച്ച് ഇഷ്ടവിവാഹം നടന്നതായിട്ടും എനിക്കറിയാവുന്നത് ഉണ്ട് കേട്ടോ. ഇനി എന്താ പറയുക, ഭഗവതിയമ്മയെ പ്രാർത്ഥിച്ചിട്ടാണ് അത്രയും ഭഗവാനെ രുക്മിണി ദേവിക്ക് കിട്ടിയത്. അതുകൊണ്ട് പാർവതി ഭജനം നടത്തുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാരായണീയത്തിലെ 78, 79 ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ. എല്ലാം വേണ്ടതുപോലെ ആക്കിത്തരണേ ഗുരുവായൂരപ്പ എന്ന് പറയാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ. നമുക്കിത് തന്നെ വേണമെന്ന് വാശി പിടിക്കാതെ എനിക്ക് ഏതാണ് ഏറ്റവും നല്ലത് അതിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം. നോക്കൂ, നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നമ്മളുടെ ശരികളൊന്നുമാവും. ചില സമയത്ത് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും നമ്മൾ. കാരണം നമുക്കറിയാം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നതാണ് ശരി, എന്നാൽ നമുക്ക് ഇഷ്ടം ഇന്നതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല അകലം ഉണ്ടായിരിക്കും. ഈ അകലം കുറയ്ക്കാൻ ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ ഒന്നും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിതിൽ ഏതാണോ നല്ലത് അതെൻ്റെ ഉണ്ണികൃഷ്ണൻ നേരെയാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. അങ്ങനെ ഉണ്ണികൃഷ്ണനായിട്ട് നേരെയാക്കുകയാണെങ്കിൽ വിഷമമില്ലാതെ കഴിക്കാം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഉടനീളം. ഇതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. അടുത്തതായിട്ട് സൗമ്യ സലീഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഉപ്പ് കൊണ്ട് തുലാഭാരം ഉണ്ടോ എന്നാണ്. ഉപ്പ് കൊണ്ട് തുലാഭാരം ഉണ്ടല്ലോ. ഇത് അനേകം പേര് ഇതിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം. അത് അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അതായത് BP-യുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരോട് ഉപ്പ് കൊണ്ട് തുലാഭാരം അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ഉപ്പ് സമർപ്പിച്ചോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഇതാണ് കാരണം. അത് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ. BP-യുടെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ BP ഉള്ളവർ മാത്രമേ ഉപ്പ് കൊണ്ട് തുലാഭാരം തൂക്കാൻ പാടുള്ളൂ, അങ്ങനെയില്ല കേട്ടോ. ഉപ്പ് കൊണ്ട് തുലാഭാരം തൂക്കാൻ ഇവിടെ ലഭ്യമായ ദ്രവ്യമാണ്. 1 കിലോന് 10 രൂപയാണ്. അപ്പം നമ്മുടെ ശരീരഭാരം എത്രയുണ്ടോ അത്രയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ അവിടെ ദേവസ്വത്തിലേക്ക് തുക അടയ്ക്കേണ്ടത്. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് വന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് റീത്ത പ്രേംകുമാർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മനസ്സമാധാനം കിട്ടാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. മനസ്സമാധാനം കിട്ടാൻ നാമം ജപിക്കുക, അത് തന്നെയാണ് ഉള്ള ഏക ആശ്രയം. ഗുരുവായൂരപ്പനോട് സംസാരിക്കുക. അനേകം പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരപ്പനോട് സംസാരിച്ചോളൂ. നമ്മുടെ ഏത് പ്രതിസന്ധിയിലും ഗുരുവായൂരപ്പനുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ശ്രമിക്കൂ. നാമം ചെല്ലാനും നാരായണീയം വായിക്കാനും ഒക്കെ നമുക്ക് വേണ്ട തന്നെയാണ്. പക്ഷെ ചില സമയത്ത് വളരെയധികം മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്കിതൊന്നും തോന്നില്ല. നമുക്ക് നാരായണീയം വായിക്കാനോ നാമം ജപിക്കാനോ ഒന്നിനും തോന്നില്ല. ആ സമയത്ത് നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ വിളിച്ച് പറയാനാണ് തോന്നുക ശരിക്കും അല്ലേ. ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്ത് പോകണം എല്ലാം എന്ന് നമുക്ക് തോന്നാറുണ്ട് പല സന്ദർഭങ്ങളിലും. ഈ വെൻ്റ് ഔട്ട് ചെയ്യാൻ മനുഷ്യരെക്കാൾ ഏറ്റവും നല്ലത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. കാരണം നമ്മളിത് ആരോടെങ്കിലും വിഷമമായിട്ട് വിശ്വസിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആ വിഷമത്തിനെ തന്നെ ഇട്ടൊന്ന് ചെറുതായിട്ടൊരു സൂചി കൊണ്ട് കുത്താനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഗുരുവായൂരപ്പനോട് പറയാം, ഉണ്ണി കൃഷ്ണ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇതെൻ്റെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് മോചനം കണ്ടെത്തേണ്ടത് എന്ന് തന്നെ വായ തുറന്ന് സംസാരിച്ചോളൂ. വളരെയധികം മാറ്റം ഉണ്ടാവും. ഞാനിത് പറഞ്ഞിട്ട് അനേകം പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശരിയാണ് സവിത പറഞ്ഞത്, വളരെയധികം
മാറ്റം മനസ്സിന് സംഭവിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയുണ്ട്. സംസാരത്തിന് ഓരോ സെൻറ്റൻസിനും ഗുരുവായൂരപ്പൻ കേട്ടിരുന്ന് മറുപടി പറയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ആ മറുപടി അപ്പം തെളിഞ്ഞു വരുന്നുണ്ട് എന്ന്. ഇത് വെറുതെ പറയണതല്ല കേട്ടോ, നല്ലോണം ഗുരുവായൂരപ്പൻ നമ്മളോട് സംസാരിക്കേണ്ടേ ചെയ്യും. അപ്പം മനസ്സമാധാനം കിട്ടാൻ എന്താ വേണ്ടത് ചോദിച്ചാൽ ഗുരുവായൂരപ്പനോട് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. സ്മിത സത്യൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സദാ നമസ്കാരം, എനിക്ക് 63 വയസ്സായി. എനിക്ക് 20 വയസ്സിന് ശേഷം തുടങ്ങി തലക്കനം, പെരുപെരിപ്പ് എന്നിവ മിക്കപ്പോഴും ഉണ്ട്. അതിനാൽ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പേടിയാണ്. ഒരു ബാലൻസ് ഇല്ലാത്ത പോലെയാണ്. ശരീരവേദനയും മിക്കപ്പോഴും ഉണ്ട്. ഞാൻ എന്ത് വഴിപാടാണ് ഭഗവാന് നടത്തേണ്ടത്? രോഗശാന്തിക്ക് കാളിയമർദ്ദനം, കൃഷ്ണനാട്ടം കളി എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. എന്നാൽ തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കുന്നതും ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറാൻ നല്ലതാണ് കേട്ടോ. ഗുരുവായൂരപ്പന് വന്ന് അടിപ്രദക്ഷിണം വെക്കുന്നതും വളരെ നല്ലതാണ്. അടിപ്രദക്ഷിണം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ചെയ്ത് പോകേണ്ട കാര്യമാണ്. ഒന്ന് ബാലൻസ് തെറ്റിയാൽ ചിലപ്പോൾ നമുക്ക് വീഴാൻ വരെ സാധ്യതയുണ്ട് ഈ അടിപ്രദക്ഷിണം. ഒരു ബാലൻസും തെറ്റാതെ നമുക്കൊരു അടിപ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും, യാതൊരു സംശയവും ആ കാര്യത്തിൽ. വന്നൊന്ന് അടിപ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ചോളൂ. നല്ല ശക്തി കിട്ടും കേട്ടോ, നല്ല ശരീരബലം കിട്ടും, ഉറപ്പാണ്. അടിപ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട്, അവതാരം കൃഷ്ണനാട്ടം കളിയിൽ ഗുരുവായൂരപ്പൻ വന്ന കഥ ഞാൻ കേട്ടിട്ടില്ല, അത് പറഞ്ഞു തരുമോ പ്ലീസ്, അല്ലെങ്കിൽ കഥ പറഞ്ഞ വീഡിയോ ലിങ്ക് തന്നാലും മതി എന്നാണ് വിവേക് പാർവതി എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. അവതാര കൃഷ്ണനാട്ടംകളിയിൽ ഭഗവാൻ വന്ന കഥ തന്നെ പറയാം. അതിൻ്റെ ലിങ്ക് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഞാൻ ഏത് വീഡിയോയിലാണ് ആ കഥ പറഞ്ഞിരിക്കുന്നതെന്ന് കേട്ടോ. ഒരിക്കൽ കൃഷ്ണനാട്ടംകളി ഇന്ന് നടക്കുന്നത് വടക്ക് വശത്താണ് കേട്ടോ. ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിലെ വടക്ക് വശത്ത് പ്രത്യേകിച്ച് സ്റ്റേജൊന്നുമില്ല, പ്രദക്ഷിണ വരിയിൽ തന്നെയാണ് ഈ കൃഷ്ണനാട്ടം നടക്കാറുള്ളത്. എന്നാൽ ആദ്യകാലങ്ങളിൽ കൊടിമരത്തിൻ്റെ ചോടെ, അതായത് നേരെ കിഴക്ക് വശത്ത് തന്നെയായിരുന്നു അത്ര ഈ കൃഷ്ണനാട്ടംകളി നടന്നിരുന്നത്. കൃഷ്ണനാട്ടം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നമ്മുടെ ഉണ്ണികൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നേ. കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണഗീതി എന്ന പദങ്ങൾ മാനവേദ രാജാവാണ് രചിച്ചത്. ആ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം നേരിട്ട് ഉണ്ണികൃഷ്ണനെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു കൃഷ്ണഗീതി എന്ന ആ ഒരു പദം രചിക്കാനിടയായത്. ഇതിൻ്റെ ഒരു ആർട്ട് ഫോമാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു കൃഷ്ണനാട്ടം കളി. ഈ കൃഷ്ണനാട്ടം കളിയിലെ അവതാരം കൃഷ്ണനാട്ടം കളി കഥ വരുന്നത് ദേവകി വസുദേവന്മാർക്ക് കാരാഗ്രഹത്തിൽ കുഞ്ഞുണ്ണികൃഷ്ണൻ ജനിക്കുന്നതാണ്. ആ കുഞ്ഞുണ്ണികൃഷ്ണൻ ജനിച്ച ഉടനെ 4 തൃക്കൈകളോട് കൂടിയിട്ട് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്കും. ആ ഒരു വേഷം ഇപ്പോഴും ചെറിയ കുട്ടികൾ തന്നെയാണ് കേട്ടോ അവതരിപ്പിക്കാറുള്ളത്. ക്ഷേത്രത്തിലെ ഈ ഒരു കൃഷ്ണനാട്ടം കലാകാരന്മാരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കൃഷ്ണനാട്ടത്തിലേക്ക് സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് അവരെ കൊണ്ട് ഈ കൃഷ്ണനാട്ടം കളിപ്പിക്കുന്നത്. ഇതൊരു ഗുരുകുല വിദ്യാഭ്യാസം സമ്പ്രദായം പോലെയാണ് ഇവിടെ നടന്നു വരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു കൃഷ്ണനാട്ടം കലാകാരൻ, ചെറിയ കുട്ടി 4 വയസ്സുകാരൻ, അവൻ അന്നത്തെ കൃഷ്ണനായിട്ട് വേഷം കെട്ടുകയാണ്. ആ വേഷം കെട്ടി ആ ഗ്രീൻ റൂമിൽ വേഷം കെട്ടി എല്ലാവരും കണ്ടിട്ടുണ്ട് വേഷം കെട്ടുന്നത്. അന്നത്തെ കൃഷ്ണനാട്ടം എല്ലാവർക്കും ഏറെ ഹൃദ്യമായി തോന്നി എന്നാണ് പറയണത്. സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ഇഷ്ടം തോന്നിയിത്രേ ആ ഒരു കൃഷ്ണനാട്ടം കളിയോട്. എല്ലാവരും കണ്ടു, തൊഴുതു, നമസ്കരിച്ചു. അതൊക്കെ ചെയ്ത് ഈ ഗ്രീൻ റൂമിലേക്ക് തിരിച്ചു ചെന്ന സമയത്ത് ഈ കൃഷ്ണനായി വേഷം കെട്ടിയ ബാലൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ കുട്ടിയെ തട്ടി വിളിച്ചിട്ട് എന്താ ഉറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് ആകെ പരിഭ്രമമായി. എൻ്റെ സമയമായോ, ഞാൻ അരങ്ങിൽ വരേണ്ട സമയമായോ, ഞാൻ ഉറങ്ങിപ്പോയതാണ്, ഇനി ചീത്ത പറയരുത് എന്നൊക്കെയാണ് അത്രേ കുട്ടി പറയണത്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു എത്ര നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്? കുറേ നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ആ കുട്ടി അന്നത്തെ ദിവസം അരങ്ങിൽ വന്നിട്ടേ ഇല്ല. അപ്പോൾ ആരാണ് അരങ്ങത്ത് വന്നിട്ടുണ്ടായിരുന്നത്? അന്നത്തെ എന്താ പറയുക, പ്രസിദ്ധരായിട്ടുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചറിയിച്ചതിന് ശേഷം അവർ പറഞ്ഞത് സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് അന്നത്തെ ആ ഒരു കളിയിൽ അരങ്ങിൽ വന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ
അതിനുശേഷമാണത്രേ കൃഷ്ണനാട്ടം കളി വടക്ക് വശത്തേക്ക് മാറ്റിയത്. ഉണ്ണികൃഷ്ണൻ പറയാ, എനിക്ക് ഈ കൃഷ്ണനാട്ടം കണ്ടിട്ട് ഇങ്ങനെ ശ്രീലകത്ത് വെറുതെ ഇരിക്കാൻ തോന്നണ്ടേ, ഞാനതുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ട് എത്തിയെന്നാണ് അത്രേ ഉണ്ണികൃഷ്ണന്റെ ഭാവം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്ര നേരെ മുമ്പിൽ നിന്ന് മാറ്റിയിട്ട് വടക്ക് വശത്തേക്ക് ആക്കിയത് എന്നാണ് ആചാര്യന്മാർ അനുസ്മരിച്ച് കേൾക്കാറുള്ളത്. അതാണ് ആ ഒരു കഥ കേട്ടോ. എന്താണെന്നറിയില്ല, 3-4 ദിവസം ആയതുകൊണ്ട് അവൻ കഥയ്ക്കൊന്നും ഒരു ഫ്ലോ കിട്ടണില്ല അല്ലേ. അടുത്ത ചോദ്യം കേട്ടോ. വിജയ പുരുഷോത്തമൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത നമസ്തേ, ഞാൻ കുറച്ച് നാളായി ഈ ചാനൽ സ്ഥിരമായി കാണുന്നുണ്ട്. സവിതയുടെ അവതരണം വളരെയധികം ഹൃദയത്തിൽ തട്ടുന്നു. പലപ്പോഴും കണ്ണ് നിറഞ്ഞൊഴുകാറുണ്ട്. എനിക്കൊരു കാര്യം പറഞ്ഞു തരണേ. ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ഗുരുവായൂരമ്പലത്തിൽ വരണം എന്ന് വിചാരിക്കുന്നു. അന്ന് ഉദയാസ്തമന പൂജ ഉണ്ടാകുമോ? ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ ഉണ്ടാവുന്നത് എന്നൊന്ന് പറഞ്ഞു തരുമോ? സാധാരണഗതിയിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഉദയാസ്തമന പൂജ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് ഹോളിഡേ ആണെങ്കിലും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ മണ്ഡലക്കാലത്ത് മുഴുവനും മകരവിളക്ക് കഴിയുന്നത് വരെയും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ അതുപോലെ തന്നെ വൈശാഖ മാസത്തിൽ ഏപ്രിൽ മെയ് മാസത്തിൽ വെക്കേഷൻ ആയതുകൊണ്ട് ആ സമയത്തും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല. തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രധാന ദിവസങ്ങളിലൊന്നും തന്നെ ഉദയാസ്തമന പൂജ വെക്കാത്തത്. അപ്പോൾ ഇതിൻ പ്രകാരമാണെങ്കിൽ മണ്ഡല മകരവിളക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ മകരവിളക്ക് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നാളെ എന്തായാലും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് തെറ്റായ ഇൻഫർമേഷൻ ആണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ കേട്ടോ. ഞാൻ അന്വേഷിച്ചിട്ടല്ല പറയുന്നത്. സാധാരണ വരുന്നത് ഇങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. മഞ്ജു സതീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. തൊഴിൽ തടസ്സം, ശത്രുശല്യം എന്നുകൊണ്ട് വിഷമിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. തൊഴിൽ തടസ്സം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും അഹസ് വഴിപാട് ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ശത്രുദോഷം മാറാനും എന്തിനാണെങ്കിലും അഹസ് വഴിപാട് നല്ലതാണ്. ജോലി തടസ്സത്തിന് പ്രത്യേകിച്ച് അഹസ് വഴിപാട് വളരെ നല്ലതാണ്. ഇനി ശത്രുദോഷത്തിൽ നിന്ന് ഒരു മുക്തി കിട്ടാനാണെങ്കിൽ നാരായണ കവച മന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഞാൻ പറയുന്ന സമയത്ത് നാരായണ കവചം എന്താണ്, അതൊന്ന് ചൊല്ലിത്തരുമോ എന്നൊക്കെ പലരും കമൻ്റായിട്ട് അറിയിച്ചത് ഞാൻ കണ്ടിരുന്നു. നാരായണ കവചം അങ്ങനെ ചൊല്ലിത്തരാൻ പറ്റില്ല കേട്ടോ. അതൊരു 43 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു അധ്യായം തന്നെയാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗമാണ് അത്. 6ാമത്തെ സ്കന്ധത്തിലൊരു അധ്യായം തന്നെയാണ് ഈ ഒരു നാരായണ കവച മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാരായണ കവച മന്ത്രം മലയാളം PDF ഫോർമാറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അനേകം ആചാര്യന്മാരുടെ നാരായണ കവച മന്ത്ര പാരായണം നമുക്ക് കേൾക്കാനും സാധിക്കും കേട്ടോ. ഇത് ഇനി ഗുരുമുഖത്ത് നിന്ന് തന്നെ ഉപദേശം നേടണമെന്ന് ചോദിച്ചാൽ ശ്രീ ഗുരുവായൂരപ്പനെ ആ അഖില ഗുരുവിനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നമുക്കിത് ചൊല്ലാവുന്നതാണ് എന്നാണ് അതിൻ്റെ മറുപടി. അടുത്തതായിട്ട് ഷീജ ചന്ദ്രൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സദാ നമസ്കാരം, കേൾവിക്കുറവിന് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത്? കേൾവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ ശബ്ദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും കേളിക്കൈ എന്ന വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഈ ചോദ്യം ചോദിച്ച ആൾക്ക് ബിന്ദു സന്തോഷ് എന്നൊരു ഭക്ത മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. സവിത പറഞ്ഞത് കേട്ടിട്ടാണ്, ഇന്നും കൂടെ പറഞ്ഞിട്ടാണ് ആ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കുന്ന അനേകം പേരുണ്ട്. അതറിയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. കേളിക്കൈ എന്ന വഴിപാട് നടത്താനായിട്ട് 10 രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. ഇതൊരു വാദ്യഘോഷമാണ് കേട്ടോ. ദീപാരാധന കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ ചുവടെ മദളപ്പറ്റോടുകൂടി നടത്തുന്ന ഒരു 10 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വാദ്യഘോഷത്തിനെയാണ് ഈ ഒരു കേളിക്കൈ വഴിപാട് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് പ്രസാദമൊന്നുമില്ല കേട്ടോ. കേളിക്കൈ ചീട്ടാക്കുക എന്ന് പറയുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു ചെറിയ വീഡിയോ മാത്രം ചെയ്ത് പോകാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും കുറേ ചോദ്യങ്ങളുണ്ട്, ഞാൻ കാണാത്തതുകൊണ്ടല്ല. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടിയൊക്കെ ഹെൽത്തി ആയിട്ട് ഞാൻ തിരിച്ചു വരാൻ നിങ്ങളും പ്രാർത്ഥിക്കൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.